സ്തോത്രം പറഞ്ഞ് സൂത്രപ്പണിക്ക് പോയ നെടുമ്പറമ്പിൽ ബ്ലേഡ് രാജു, ഡ്രൈവറുടെ വെളിപ്പെടുത്തൽ. ആയിരക്കണക്കിന് നിക്ഷേപകരെ തട്ടിപ്പിനിരയാക്കിയ നെടുമ്പറമ്പിൽ രാജു എന്ന ബ്ലേഡ് രാജു പൊട്ടിയതിന്റെ രഹസ്യം അദ്ദേഹത്തോടൊപ്പം 9 വർഷത്തിലധികം ജോലി ചെയ്ത ഡ്രൈവർ പീറ്റർ വെളിപ്പെടുത്തുന്നു. പ്രതിദിനം നൂറുകണക്കിന് ആളുകൾ അദ്ദേഹത്തിന്റെ വീട്ടിലും ബ്രാഞ്ചുകളിലും പണത്തിനായി വരുന്നുണ്ടെങ്കിലും ഒരൊറ്റ മാധ്യമങ്ങളിലും ഇദ്ദേഹത്തിനെതിരായി വാർത്തകൾ വരുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. ഇദ്ദേഹത്തിന്റെ NCS വസ്ത്രാലയ എന്ന സ്ഥാപനങ്ങളിൽ മെറ്റീരിയലുകൾ കൊടുത്ത മാർവാടികൾക്ക് കൊടുത്ത ചെക്കുകളെല്ലാം മടങ്ങിയതിനെ തുടർന്ന് സ്ഥാപനത്തിൽ ഇവർ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ നല്ലൊരു ശതമാനം ജീവനക്കാരെയും പറഞ്ഞു വിട്ടു. ഉള്ളവർക്കാണെങ്കിൽ ശമ്പളവും കിട്ടുന്നില്ല എന്ന പരാതിയും ജീവനക്കാർ ഞങ്ങളെ വിളിച്ചറിയിച്ചിട്ടുണ്ട്. ബ്ലേഡ് രാജുവിന്റെ മുൻ ഡ്രൈവർ പീറ്ററുടെ വെളിപ്പെടുത്തൽ കേൾക്കുക. എന്തോ സംഭവം പുള്ളിയുടെ വേറെ വീട്ടിൽ കയറി തല്ലിയതൊക്കെ അറിഞ്ഞു. മറ്റേ പെണ്ണുകേസിന്റെ കാര്യമാണ്. പെണ്ണ് കേസ് ഞാനും ഈ പറഞ്ഞ പോലെ കോണ്ടൂരിലെ പുള്ളിക്കാരത്തിയുടെ നമ്മുടെ ഇവിടെ പടപ്പാട്ടുള്ള സാരിയെ കൂടി നല്ല നീളമുള്ള അപ്പൊ അത് ഞാൻ പണ്ടും കേട്ടിട്ടുണ്ട്. ആദ്യത്തെ കൊച്ചു പുള്ളിയുടെ ആണെന്നാ പറ. ഇപ്പൊ 6 വയസ്സോ 5 വയസ്സോ 6 വയസ്സോ കണ്ടുണ്ടെന്നാണ്. പിന്നെ അവിടെ നിങ്ങളുടെ ആ ഭാഗം കണ്ട് പറഞ്ഞൊരു പെണ്ണുണ്ടോ ഉണ്ട്. നമ്മുടെ പുള്ളിക്കാരത്തിയായിട്ടും കണക്ഷൻ ഉണ്ടായിരുന്നു. പുള്ളിക്കാരത്തി വെച്ചിരിക്കുന്ന സൂപ്പർ മാർക്കറ്റ് കാര്യങ്ങളെല്ലാം പുള്ളിയുടെ കാശാണ്. നമ്മുടെ അവിടെ ബ്യൂട്ടീഷ്യനോ ബ്യൂട്ടീഷ്യൻ പരിപാടിയൊക്കെ പുള്ളിയുടെ കാശാന്ന് പുള്ളിക്കാരത്തി തന്നെ പറഞ്ഞ് ഇതൊന്നും എന്റെ കാശല്ല, അതൊക്കെ പുള്ളിക്കാരന്റെ കാശാണ്. പുള്ളിക്കാരന്റെ കാശ് തന്നെ പുള്ളിക്കാരൻ ചുമ്മാ തിന്നാൻ കൊടുത്തിട്ട് അങ്ങനെ അതൊന്ന്. പിന്നല്ലാതെ പിന്നെ പുള്ളിക്കാരന്റെ മകന് 2 കുഞ്ഞു ഇരട്ട പിള്ളേരുണ്ട്. ആ പിള്ളേരെ നോക്കാൻ ഒരു പുള്ളിക്കാരത്തി അവിടെ നിൽപ്പുണ്ടായിരുന്നു. ഒരു സ്ത്രീ ആ പുള്ളിക്കാരത്തിയായിട്ട് ഇടയ്ക്ക് എന്തോ ഒരു വിഷയം ഉണ്ടായി. ആ പുള്ളിക്കാരത്തി കരിക്കിനത്തെ വീട്ടിൽ നിൽക്കുമ്പോഴാണ് അവിടുന്ന് ഇറക്കി വിട്ടു. കരിക്കിനത്ത് വെച്ച് അവളെ ഇറക്കി വിട്ടു. അവള് ഇവരുടെ വലിയ സിൽബന്ധിയായിരുന്നു. ആ വീട്ടിലൊന്നും നടക്കില്ല, അതുപോലെ താല്പര്യമായിരുന്നു. പക്ഷെ കാലത്തൊക്കെ അവള് തെറ്റ് ചെയ്തുകൊണ്ട് വേണ്ടെന്ന് പറഞ്ഞു വിട്ടു. പക്ഷെ അവളിപ്പം കിഴക്കുമ്പത്തിട്ട് ഞാനൊക്കെ പോയി വന്നിട്ടിരുന്ന ആ പഴയ വീടുണ്ട്, അതിപ്പം പുതുക്കുന്നില്ല. ആ വീടിന്റെ ഗസ്റ്റ് ഹൗസിന്റെ പുറവശത്താണ് അവളിപ്പോ താമസം. അവളൊന്നും ഇറങ്ങി കൊടുക്കില്ല. അവൾക്ക് 15 ലക്ഷം രൂപ കൊടുത്താലേ അവള് പോവുള്ളത്രേ. അല്ലെങ്കിൽ ഞാനൊരു ബോംബ് പൊട്ടിക്കും. അവളവിടെ താമസിക്കുന്നുണ്ട്. അവിടെ ആൾക്കാർ ആരാണ്ട് പാസ്റ്റർമാരോ ആരാണ്ടൊക്കെ പോക്കുവരവുണ്ട്. അവളുടെ ഒരു മകൻ 10-20 വയസ്സുള്ള ഒരു മകൻ ആ പുതിയ പേരയുടെ കിഴക്കുമ്പത്തെ ആ വീടിന്റെ മേൽവശത്തെ മുറിയില് അവനും അവന്റെ ഫ്രണ്ട്സിന്റെ കൂടെയുള്ള ബന്ധങ്ങളും എല്ലാമായിട്ട് അടിപൊളി പരിപാടികളാണ്. അങ്ങനെ കുറച്ച് പരിപാടികൾ അവിടെ നടക്കുന്നുണ്ട്. പടപ്പാട്ടും ആ സമീപ പ്രദേശങ്ങളിലുള്ള ആരൊക്കെയോ അവിടെ ചെല്ലുകയോ അത് അറ്റൻഡ് ചെയ്യുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുവഴി അവർ കാശ് ഉണ്ടാക്കുന്നു. നൈറ്റ് ഡ്യൂട്ടി ഉണ്ട്. ഈ പറയുന്ന പോലെ എവിടെ നിന്നുള്ളതാണെന്ന് എനിക്കറിയത്തില്ല. ഒരു പാസ്റ്റർ വന്നു പോകുന്നുണ്ടെന്ന് പറഞ്ഞത്. അപ്പം അങ്ങനെ സംഗതികള് അതൊരു വേശ്യാലയത്തിന്റെ സെറ്റപ്പിലേക്ക് എത്തി. എന്നാല് ഈ രാജധാനോട് പിന്നെ ഓഫീസിലുള്ളവരും അല്ലാതെ വളരെ അടുത്തറിയാവുന്നവരും നമ്മുടെ വളപ്പാട്ട് പ്രദേശത്ത് പുള്ളിയോട് താല്പര്യം ഉണ്ടായിരുന്നവർ പറഞ്ഞു, സാറേ അത് ഇവിടെ ശരിയായ ഒരു പരിപാടിയല്ല ഇവിടെ നടക്കുന്നത്, സാറ് പോലീസിൽ അറിയിക്കുമല്ലോ, ഇറക്കി വിടുകയോ ചെയ്യണം. അപ്പോ അത് അവൾ അവിടെ താമസിച്ചോട്ടെ, അത്രയ്ക്ക് അങ്ങോട്ട് താമസിച്ച് മാത്രം അല്ലെങ്കിൽ അത് അവളെ പറഞ്ഞ് ഇറക്കി വിടാൻ പറ്റുകയില്ലാത്ത എന്തോ അതിനകത്ത് കാര്യമുണ്ട്. ശക്തമായ എന്തോ സംഭവമുണ്ട്. വല്ല വീഡിയോ വല്ലതും കാണും അവളുടെ. അവളെ പുള്ളി അറ്റൻഡ് ചെയ്യുകയോ ഒക്കെ ചെയ്ത് കാണും. അതെ വേറെ ഓഫീസിലെ കുറച്ച് സ്റ്റാഫിനെ കൊണ്ട് പുള്ളി കുട്ടിക്കാനത്ത് പിന്നെ കട്ടപ്പന സൈഡിലും കണ്ട് ബംഗ്ലാവ് ഉണ്ടെന്നോ ഇടയ്ക്കിടയ്ക്ക് പോയി അറ്റൻഡ് ചെയ്യുമെന്നോ പുള്ളി കൊണ്ടുപോകും, പുള്ളിയുടെ മകൻ കൊണ്ടുപോയി. എല്ലാം പെണ്ണ് വിഷയത്തിൽ മുങ്ങിത്താന്ന് പോയി. അപ്പനും ഉണ്ട് മോനും ഉണ്ട് എല്ലാം ഉണ്ട്. ഇവർക്കൊന്നും നെച്ചിലതിന്റെ കാര്യമില്ല, പൈസ ഉണ്ടല്ലോ. അത് കിട്ടും പോലെ ഉണ്ട്. നാട്ടുകാരുടെ അല്ലോ ദണ്ണിച്ച കാശൊന്നും അല്ല. ഇപ്പൊ പിന്നെ കരിക്കകത്ത് സ്ഥലം മേടിച്ചു, 1 കോടി 1.5 കോടി രൂപയുടെ സ്ഥലം മേടിച്ചു. വീട് സ്ഥലം പുള്ളിയല്ലേ മേടിച്ചു. അതെ സ്ഥലം എന്ന് പറഞ്ഞാൽ ആ വീട് മേടിച്ച് അതിന് ശേഷമാണ് പുള്ളി തകരാൻ തുടങ്ങിയത്. അത് പിന്നെ ഇവിടെ പടപ്പാട്ട വീട് അങ്ങ് ഇതായ പടപ്പാട്ട വീട്. അവിടെ ആ വീട് മേടിച്ചതിന് ശേഷം ധാരാളം ഇല്ലായിരുന്നു. കരിക്കിനത്തെ ആ വീട് മേടിച്ചു ഭയങ്കര NM രാജു പിന്നെ നെടുമ്പറമ്പിൽ എൻക്ലൈവ് എന്നും പറഞ്ഞ് ഭയങ്കര ബോർഡും ഒക്കെ വെച്ച് ആർമാദിക്കലായിരുന്നു. ആ വീട് മേടിച്ച അതിന്റെ കൂതാശ ഒരു പാസ്റ്റർ വന്ന് അന്ന് രാത്രി കൂതാശയും ഭയങ്കര ആഡംബരവും സദ്യ പരിപാടിയൊക്കെ ആയിരുന്നു. അത് മേടിച്ച് അന്ന് രാത്രിയിൽ ഇറങ്ങിയത് ഞാൻ അവിടെ നിന്ന്. ഞാൻ ആ വീട്ടിൽ നിന്ന് ജോലിക്ക് പോയിട്ടില്ല പുള്ളിയുടെ കൂടെ. ഞാൻ റിസൈൻ ചെയ്ത് ഞാൻ പോകുന്നത്. പിന്നെ എനിക്ക് പോകേണ്ടി വന്നിട്ടില്ല. പിന്നെ കുറച്ചു കാലം പിന്നെ അവിടെ ജോലിക്കാരുണ്ട്, വേലക്കാർ
പ്രായമുള്ളവരൊക്കെ ഉണ്ടായിരുന്നു ഭക്ഷണം വെക്കാൻ. അവരെയൊക്കെ പറഞ്ഞു വിട്ടു. അവർക്ക് 12,000 രൂപയുള്ളായിരുന്നു ശമ്പളം. അവരെ പറഞ്ഞു വിട്ടിട്ട് 60,000 രൂപയ്ക്ക് ചൈനീസ് കുക്കിനെ വെച്ചു. അതൊക്കെ അവനെയൊക്കെ ഇപ്പം ഒന്നുമില്ലാതെ പറഞ്ഞു വിട്ടു. ഇതൊക്കെയാണ്. എന്തായാലും ഈ കട്ടപ്പനയിൽ ഒരു വീടുണ്ട്, അവിടെ പോവുകയും ചെയ്യാൻ ആരാന്റെ കൊണ്ടുപോയി ഒരിക്കുകയൊക്കെ ചെയ്തു. അതിനോട് എന്റെ വൃത്തിയുണ്ടോ അവളെ കൊണ്ട് നടക്കുവായിരുന്നു. ആണോ? അങ്ങനെയുണ്ട്. അയ്യേ എന്റെ മന്നെ. ഏതായാലും നാട്ടക്കേസാ മൊത്തം. ഇനിയൊരു തിരിച്ചു പോക്കില്ല. പുള്ളിയുടെ മകന്റെ അമ്മായിപ്പനെ അറിയാവോ? നമ്മുടെ കാച്ചാണത്ത് വർക്കി എന്നൊക്കെ പറയുന്നത്. കാച്ചാനത്തെ അറിയത്തില്ല. കേട്ടിട്ടില്ലേ? കാച്ചാണത്ത് വർക്കി വലിയ ഉണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. പുള്ളിയായിട്ടെല്ലാം തെറ്റി. പുള്ളിയുടെയാണ് ഗുഡ്ഷപ്പേട് സ്കൂളൊക്കെ പുള്ളിയുടെ. കുമ്മനാട്ട് അല്ല, തെങ്ങണായിലുള്ള തെങ്ങണ. കുമ്പനാട്ടായത് OEM, അത് രാജാന്റെ. അവിടെ സ്കൂളിൽ മാത്രമേ ഉള്ളൂ വിഷയങ്ങളില്ലാത്ത. ബാക്കി കിയായുടെയും ഹുണ്ടായുടെ ഷോറൂം, ടാറ്റയുടെ എല്ലാം പൂട്ടിക്കെട്ടി. എല്ലാ ഇതാ പെണ്ണിന്റെ അവിടുന്ന് ഓരോരുത്തരെ കൊണ്ടുപോകും. ഇത് ഈ ഒരു വിഷയം കയറി കഴിഞ്ഞാൽ പിന്നെ അടിപ്പെട്ട് കൂടും. ഈ ഒരു സംഭവം മനുഷ്യൻ എത്ര സാമ്പത്തികത്തിൽ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു വിഷയത്തിൽ അതിന് വെല്ലം മിണ്ടാൻ നോക്കുവോ? ഒന്ന് പോയ പിന്നെ ചോദിക്കുന്ന പൈസ അത് തന്നെ പെട്ടുപോകും, പെടുത്തിക്കളയും. പിന്നെ ചോദിക്കുന്ന കാര്യം കൊടുക്കണം, ഇല്ലെങ്കിൽ മാറും. ഇല്ലെങ്കിൽ വാരിക്കോരി രാഷ്ട്രീയക്കാർക്കൊക്കെ കൊടുക്കുമല്ലായിരുന്നു. ചുമ്മാ ഒരു മര്യാദ ഇല്ലാതല്ലേ കൊടുത്തോണ്ടിരുന്നത്. ഒരു മര്യാദ ഇല്ലാതെ ഇപ്പൊ സീറ്റ് കിട്ടുന്നു, എല്ലായിടത്തും കൊടുക്കും. അച്ഛൻ എത്ര വർഷം ഉണ്ടായിരുന്നു പുള്ളിയുടെ? ഞാൻ 9 കൊല്ലം. 9 കൊല്ലം പോയതെല്ലാം അറിയാം. അതെ. അല്ല, 9 കൊല്ലം ഞാൻ അവിടെ പുള്ളിയുടെ കൂടെ കയറുന്ന സമയത്ത് പുള്ളി 30 വർഷത്തെ ഇതുള്ള ഒരു മനുഷ്യനായി ഈ സ്ഥാപനം നെടുമ്പറമ്പില്. അന്ന് 30 വർഷമായിട്ട് പുള്ളിക്ക് ഉണ്ടായിരുന്നത് 5 ബ്രാഞ്ച്. ഞാൻ ചെന്ന് കയറി 9 വർഷത്തിനുള്ളിൽ 150 ബ്രാഞ്ചോളം അത് വളർന്നു. ആ വളർച്ച കണ്ടതാ. ഞാൻ ഇറങ്ങി പിന്നെ ഒരൊറ്റ ബ്രാഞ്ച് പോലും അവിടെ ഉണ്ടായിട്ടില്ല. അന്നോടെ താഴോട്ട് പോയി പറഞ്ഞു. പിന്നെ പുള്ളി കൂടിയ പെണ്ണിന്റെ അന്നേരം പുള്ളി അറിഞ്ഞത് ഇങ്ങനെ സുഖമുള്ളത്. അത് എന്തായാലും കൊള്ളാം. നമ്മൾ ഇന്നിപ്പം വളർച്ച കണ്ടു, നമ്മൾ മാറിയതോടെ താഴോട്ടും പോയി. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.